ഇന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ ഏറ്റവും നീചമായ ഗുണ്ടകളുടെ വിളയാട്ടമാണ് കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ നാം കണ്ടത്. ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധത്തിന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇവിടെ നാം കാണേണ്ടത് കനകോലുവിന്റെ 18 അടവും പയറ്റി അതെല്ലാം തകർന്ന് തരിപ്പണമായി പോയി. കനകോലുവിന്റെ 19ാം അടവ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോട് ഒരു ജാഥ നടത്തി കേരളത്തിലുടനീളം ഈ ഗവൺമെന്റിനെതിരായി നുണ പറയാൻ കനകോലി നിർദ്ദേശിച്ചു. 18 അടവും പരാജയപ്പെട്ടു. 19ാമത്തെ അടവ് ഇത് മന്ത്രിമാരെ ആക്രമിക്കാൻ യൂത്ത് കോൺഗ്രസിനോട്, മൂത്ത കോൺഗ്രസിനോട് ഞങ്ങൾ ഡിവൈഎഫ്ഐ ഇത് ശക്തമായി പറയുന്നു. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, നിങ്ങളുടെ ഈ കുട്ടിപ്പട്ടാളം അത് വിരലെണ്ണുന്ന പട്ടാളാണ്. ഞങ്ങളുടെ ഒരു ഫോഴ്സ് ഉണ്ട് ഡിവൈഎഫ്ഐ. ആ ഫോഴ്സിന് ഒന്ന് ഇറങ്ങാൻ തീരുമാനിച്ചാൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും വീടിന് പുറത്തേക്ക് ഇറങ്ങാത്ത വിധത്തിൽ തടയാൻ ഈ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തിന് സാധിക്കും. ഞങ്ങളെ കൊണ്ട് നിങ്ങൾ അത് ചെയ്യിക്കരുത്. തെമ്മാടിത്തരം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കാണിക്കരുത്. ജനഹൃദയങ്ങളിൽ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ ഈ ഗവൺമെന്റിനെ, പിണറായി സർക്കാരിനെ, അതിലെ മന്ത്രിമാരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ മന്ത്രിമാരുടെ വീട്ടിൽ റീത്ത് വെച്ച് ആ മന്ത്രിമാരെ കയ്യേറ്റം ചെയ്ത് നിങ്ങൾക്കിതാ കേരളത്തിൽ അധികാരത്തിൽ വരാമെന്നാണ് നിങ്ങൾ ഏതോ ഒരു കനകോലിനെ ചേർത്ത് വെച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നൽകുക തന്നെ ചെയ്യും. ജനഹൃദയങ്ങൾ കീഴടക്കിയ മന്ത്രിമാരെ ആക്രമിക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെ നിങ്ങൾ റീത്ത് വെച്ചപ്പോ ഞങ്ങൾ ഇത്ര കരുതിയില്ല. കൊലപ്പെടുത്താനാണോ? വീട്ടിൽ റീത്ത് നേരത്തെ കൊണ്ടുവെക്കുക. എന്താ റീത്ത് വെക്കുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയ പ്രഖ്യാപനം? ഞങ്ങൾ കൊലപ്പെടുത്തുമെന്നല്ലേ? ഇതാ കൈയൊക്കെ ആക്രമിക്കുകയാണോ? ഇത് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഭീകരമായി ആക്രമിക്കാനാണോ നിങ്ങൾ തുനിയതെങ്കിൽ ആ പൊക്കിയ കൈ തകർക്കാൻ അറിയുന്നവരാണ് ഡിവൈഎഫ്ഐക്കാർ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്തെ ചേർത്ത് പിടിക്കുന്നു. ഇനിയും ഈ വിളയാട്ടത്തിലേക്ക് പോയാൽ ഒരൊറ്റ യൂത്ത് കോൺഗ്രസുകാരനും KSUക്കാരനും തെരുവിലിറങ്ങാത്ത വിധത്തിലുള്ള ശക്തമായ പ്രതിരോധം ഡിവൈഎഫ്ഐ തീർക്കുക തന്നെ ചെയ്യും. കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് കുട്ടിപ്പട്ടാളങ്ങൾ യൂത്ത് കോൺഗ്രസും KSUവും തെരുവിലിറങ്ങാനാണ് തുടർന്നും തീരുമാനമെങ്കിൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐ ഉയർത്തുകയാണ്. ആരോഗ്യമന്ത്രിക്കെതിരായ ഏറ്റവും ഗൂഢായ ആലോചനയുടെ കൂടി ഭാഗമാണ് ഈ അക്രമം. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.